ഇവിടെ മാങ്ങയൊക്കെ തീരാനായി. അപ്പോൾ മാങ്ങ തീരുന്നതിന് മുന്നേ ഐസ്ക്രീം ഉണ്ടാക്കി തരാമോ എന്നും ചോദിച്ചുകൊണ്ട് ഒരു മാങ്ങയൊക്കെ എടുത്തുകൊണ്ട് കുഞ്ഞാഞ്ഞ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നപ്പം അതിലൊരു വീഡിയോ കണ്ടായിരുന്നു മാംഗോ ഐസ്ക്രീമിൻ്റെ. അത് കണ്ടപ്പോൾ തുടങ്ങിയതാണ് മാംഗോ ഐസ്ക്രീം വേണമെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് വലിപ്പമൊന്നുമില്ലാത്ത 3 മാംഗോസ് എടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ വലിയ കഷ്ണങ്ങളായും അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാംഗോ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് മാംഗോസിൻ്റെ കളറും മാറി വെള്ളവും വറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കുക. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് വലുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാംഗോ പീസസും പാൽപ്പാട 3 ടേബിൾ സ്പൂൺ, ഷുഗർ 1 ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് പോലെ ആക്കുക. അങ്ങനെ എടുത്തിരിക്കുന്ന ജ്യൂസിനെ നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് ചെറുതായിട്ട് തിളയ്ക്കുന്നതും വരെ ഇളക്കി കൊടുക്കുക. ചെറിയൊരു തിള വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. ഒരുപാട് അങ്ങ് തിളപ്പിച്ച് പോകരുത്, അങ്ങനെ തിളച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. ഈ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലവർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നീട് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്യണം, എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് 2 പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവരും കൂടി ഇളക്കാം, അവർ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ വീതം ഇളക്കമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതിനെ അടുപ്പിൽ വെച്ച് ചൂടാക്കി ഇങ്ങനെ കുറുക്കിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് കുറുകണം, ഒരുപാട് അങ്ങ് കുറുകി പോകരുത്. ചെറുതായിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്കിതിനെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അത്യാവശ്യം ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുറച്ച് നേരം തണുക്കാൻ വെക്കേണ്ടതാണ്. അങ്ങനെ തണുക്കാൻ വെച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇത് കുറുകി വരും. അതുകൊണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി 10 കാഷ്യൂ നട്ട്സും 2 ഏലക്കയും കൂടി നന്നായിട്ട് പൊടിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം തണുക്കാനായിട്ട് വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരിയും കസ്റ്റാർഡിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടിൻ്റെയും ഏലക്കയുടെയും പൊടിയും അതും കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിനെ നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് പാത്രത്തിലോ ഗ്ലാസിൻ്റെ പാത്രത്തിലോ ഒക്കെ ഒഴിച്ച് വയ്ക്കാം. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളതിനെ ഒരു ഐസ് ഉണ്ടാക്കുന്ന മോൾഡ് ഇരിപ്പുണ്ടായിരുന്നു, അതിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ പീസസ് ഉണ്ടല്ലോ, പഞ്ചസാരയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അപ്പോൾ അതും കൂടി എല്ലാ ട്രേയിലും ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും ഇടണ്ട, അത്യാവശ്യം എല്ലാത്തിലും ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതാകുമ്പോൾ എല്ലായിടത്തും എത്തിക്കോളും. അങ്ങനെ ഇളക്കിയതിന് ശേഷം കവർ ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് 2 പേരും. അങ്ങനെ എല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് മാറ്റി വയ്ക്കുക. ഇനി നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്കും ഈ മാംഗോസിൻ്റെ ചെറിയ പീസസുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ല ടൈറ്റായിട്ടുള്ള അടപ്പ് ഉപയോഗിച്ച് ഫ്രീസറിൽ ഓവർനൈറ്റ് വയ്ക്കുന്നതാണ് നല്ലത്. ഇനി അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 7-8 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ തന്നെ വയ്ക്കണം. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേയിലെയാണ്. കൊക്കോസ് സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം ആദ്യം അന്വേഷിച്ചത് ഐസ്ക്രീം ആയോ എന്നാണ്. അപ്പോൾ എന്തായാലും എടുത്തു നോക്കിയപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു, എടുക്കാനൊന്നും പറ്റുന്നില്ല. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇളക്കി നോക്കിയപ്പോൾ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. അങ്ങനെ അതിനെ കുഞ്ഞാഞ്ഞയ്ക്ക് കൊടുത്തു. കുഞ്ഞാഞ്ഞ ഭയങ്കര ഹാപ്പിയിലാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ കൊക്കോസിനും കൊടുത്തു, കൊക്കോസിനും ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതെന്തായെന്ന് നോക്കാം. ഫ്രീസറിൽ നിന്ന് എടുത്ത് ഒരു 5 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതും അങ്ങനെ എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മളതിലിട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കാനൊക്കെ കിട്ടുന്നുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ
നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ.